1 പത്രോസ് 3:18 ഞാൻ ആദ്യം വായിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ സെക്കൻഡ് പോർഷനാണ് ജീസസിൻ്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ അവസാനത്തെ പോർഷൻ പറയുന്നത് എങ്ങനെയാണ്? ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഏദനിൽ ആദമിനോട് ദൈവം പറഞ്ഞത്, ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ മരണം ആത്മാവ് അവനിൽ നിന്ന് മാറ്റപ്പെട്ട, അല്ലെങ്കിൽ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച ആത്മാവിലെ ജീവിത കൾച്ചറിൽ നിന്ന് അവൻ മാറി നന്മയുടെയും തിന്മയുടെയും അറിവിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവൻ വന്നതാണ് ആ മരണം എന്ന് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞത്. ഇനി ഉൽപ്പത്തി 6-ാമത്തെ അധ്യായത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഇപ്പോൾ മനുഷ്യൻ ജഡമല്ലോ, എൻ്റെ ആത്മാവ് ഇനി അവനിൽ സദാ സമ്പാദിച്ചു കൊണ്ടിരിക്കില്ല. അപ്പം ജഡത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനമില്ലാതെ, ആത്മാവിൻ്റെ ജീവിത നിലവാരമില്ലാത്ത അവസ്ഥയാണ് ജഡത്തിലുള്ള ജീവിത അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ അതൊന്നുകൂടെ പറയാം. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മനുഷ്യൻ വെറും ജഡമാണ്, അവൻ ജഡം തന്നെയാണ്. അതിന് കാരണം എന്താ? ഇനി എൻ്റെ ആത്മാവ് അവനിൽ സദാ സമ്പാദിച്ചു കൊണ്ടിരിക്കില്ല. അപ്പം ജഡത്തിൻ്റെ അവസ്ഥ, ജഡത്തിലെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവിലെ ജീവിത നിലവാരമല്ലാതെ നന്മയും തിന്മയും മനസ്സിലാക്കി മാനുഷിക ബുദ്ധിയിൽ മനുഷ്യൻ്റെ എഫേർട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിത നിലവാരമാണ് ജഡത്തിലെ ജീവിതം. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിനകത്തും സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ന്യായപ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് ബൈബിളിലെ മാത്രം കാര്യമല്ല. ഏത് മതങ്ങളെടുത്താലും നന്മ ചെയ്ത് ജീവിക്കണമെന്നും തിന്മ ചെയ്യാതെ ജീവിക്കണമെന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. പല രീതിയിലാണെന്ന് മാത്രം. അപ്പം നന്മ ചെയ്ത് തിന്മ ചെയ്യാതെ ജീവിക്കുന്ന, നന്മയുടെയും തിന്മയുടെയും ആ അറിവിൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത് മാനുഷിക പ്രകൃതമാണ്. അതിനകത്ത് മനുഷ്യൻ്റെ എഫേർട്ടുണ്ട്. അപ്പം മനുഷ്യൻ്റെ എഫേർട്ടിൽ മാത്രമേ നന്മ ചെയ്തും തിന്മ ചെയ്യാതെയും ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ പ്രശ്നം, ലോകത്തിലെ ഏത് മനുഷ്യനെ പരിശോധിച്ചാലും ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും നന്മ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏത് മനുഷ്യനെ എടുത്താലും പലതും തിന്മകളായി ചെയ്ത അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അത് ഓരോ പ്രായത്തിലും ഓരോ കാലഘട്ടത്തിലും ഇതിന് വേരിയേഷൻസും ഉണ്ടാകാം. അപ്പം മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. മനുഷ്യനായി ജീവിക്കുന്ന ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും അവൻ സ്വാഭാവികമായിട്ടും അവൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടാകുന്നു എന്നുള്ളതും വാസ്തവമാണ്. സോ ഈ നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യാതിരിക്കുന്നതും, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, അത് മനുഷ്യൻ്റെ എഫേർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ എഫേർട്ടിനെ ബേസ് ചെയ്തെന്നുള്ള പറയുമ്പോൾ നമുക്കൊരു കാര്യം നമുക്കിങ്ങനെ ചിന്തിച്ച് നോക്കാം. എല്ലാ ജനുവരി 1-ാം തീയതിയും എല്ലാ മനുഷ്യരും പല റെസൊല്യൂഷൻ എടുക്കും. അപ്പോൾ മിക്കവാറും എല്ലാ ആൾക്കാരും ജനുവരി 1-ാമത്തെ ദിവസം റെസൊല്യൂഷൻ എടുക്കുമ്പോൾ, ഇന്ന് മുതൽ ഞാൻ കള്ളം പറയത്തില്ല, ഇന്ന് മുതൽ ഞാൻ വേണ്ടാത്ത രീതിയിൽ ജീവിക്കത്തില്ല, ദൈവത്തിന് പ്ലീസിങ് ആയിട്ടുള്ള ജീവിതമായിരിക്കും ഇന്ന് മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള റെസൊല്യൂഷൻ എടുക്കും. പക്ഷേ ഈ റെസൊല്യൂഷൻ പാലിക്കാനായിട്ട് ആദ്യത്തെ ഒരാഴ്ച നല്ല രീതിയിൽ മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ രീതിയിലാവും. എടുത്ത റെസൊല്യൂഷനൊക്കെ അന്ത വഴിക്ക് പോകും. വീണ്ടും തിന്മ ചെയ്തു തുടങ്ങും. വീണ്ടും നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. സോ ഈ എഫേർട്ട് ഇടുന്നത് കൊണ്ട് തന്നെ ഈ എഫേർട്ടിനെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് മനുഷ്യന് കഴിയാറില്ല. സോ ഇതാണ് ജഡത്തിലെ ജീവിതത്തിൻ്റെ പ്രത്യേകത. നമ്മൾ എത്ര ശ്രമിച്ചാലും ജഡത്തിലിരിക്കുന്നിടത്തോളം സമയം മാനുഷിക എഫേർട്ടിനകത്ത്
മാനുഷികമായിട്ടുള്ള ഡിസയറിനകത്ത് നമുക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനും കോൺസ്റ്റൻ്റ്ലി പറ്റത്തില്ല. ഇതേ കാര്യമാണ് റോമാലേഖനം 7-ാം അധ്യായത്തിനകത്ത് പൗലൂസ് വിവരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കാത്തതിന് ചെയ്തു പോകുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നതിന് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റോമാലേഖനം 7-ാം അധ്യായത്തിനകത്ത് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ജഡത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എന്നുള്ള അർത്ഥമല്ല. പലപ്പോഴും ജഡമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തിൽ ഞാൻ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ജഡമെന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൾച്ചറിൽ ജീവിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ജഡത്തിലെ അവസ്ഥ. നന്മയിലും തിന്മയും ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് ജഡത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ കാര്യം പലർക്കും അറിയില്ല. ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പല മതനേതാക്കന്മാരും പല പ്രാസംഗികരും സംസാരിക്കുന്നത് മനുഷ്യൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ജഡപ്രകൃതം എന്നുള്ളത്. അങ്ങനെയല്ല. യേശുവും ഈ പ്രകൃതത്തിൽ ഇരുന്നപ്പോൾ തന്നെ പാപം ചെയ്യാതെ ജീവിച്ചു എന്ന് നമുക്കറിയാം. പല അത്തരത്തിലുള്ള ആൾക്കാരും യേശുവിനെ പോലെ പാപം ചെയ്യാതിരുന്ന വ്യക്തികളെ പൗലൂസ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഞാൻ അരിഷ്ടനായ മനുഷ്യനെന്ന് പറയുന്നുണ്ട്, മറ്റൊരു സ്ഥലത്തിൽ പറയുന്നുണ്ട് ഞാൻ നല്ല പോർവൃത്തി, ഞാൻ ഓട്ടം തികച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 2 ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. ഒന്ന് ജഡത്തിൽ ആത്മാവില്ലാതെ ജീവിച്ച അവസ്ഥ, അപ്പോൾ പാപത്തിലാണ് ജീവിച്ചത്. പക്ഷെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ പൗലോസ് തന്നെ ഞാൻ ശക്തനാകുന്നു, എന്നെ ശക്തനാക്കാൻ ഞാൻ സകലത്തിന് മതിയാകുന്നു, എൻ്റെ ബലഹീനതകളിൽ അവൻ്റെ കൃപ തികഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആത്മാവിൽ ജീവിച്ച ഒരു ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു മാത്രമല്ല. അപ്പോൾ ഇതുപോലെ നമുക്കും 2 ലൈഫ് സ്പാൻ ഉണ്ട്. ജഡത്തിലെ ജീവിതമുണ്ട്, ആത്മാവിലെ ജീവിതമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മരണമെന്ന് പറയുന്നത് ജഡത്തിൽ ആ ഒരു ശിക്ഷ താൻ ഏൽക്കുന്നു. ഏത് ശിക്ഷയാണ്? നമ്മളെ ആ ഒരു ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി ആത്മപ്രമാണ വ്യവസ്ഥയിൽ നമ്മെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് ആ ന്യായപ്രമാണം പറയുന്ന കാര്യങ്ങളെയെല്ലാം തൻ്റെ ജഡത്തിൽ, തൻ്റെ ജീവിതത്തിനകത്ത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീസസ് കഷ്ടം അനുഭവിക്കുന്നത്. സോ അതിനകത്താണ് മരണം സംഭവിക്കുന്നത്. ആ കഷ്ടങ്ങൾക്കകത്താണ് മരണം. സോ ഈ മരണം ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ന്യായപ്രമാണത്തെ ബേസ് ചെയ്തിട്ടാണ്, നന്മകളെ തിന്മകളെയും ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു ലൈഫ് സ്പാനിനകത്ത്, ആ ഒരു ലൈഫ് സ്റ്റൈലിനകത്ത് യേശു മരണപ്പെട്ടവനായി നിശ്ചലനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജഡപ്രകൃതത്തിനകത്ത് ആ മരണശിക്ഷ ഏറ്റെടുക്കുന്നു, അല്ലാതെ അക്ഷരാർത്ഥത്തിൽ മരിച്ചതല്ല. അപ്പോൾ എന്താണോ ആദമിന് സംഭവിച്ചത്, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്താണോ ആദമിന് സംഭവിച്ചത്, അതേ കാര്യമാണ് ജീസസിനും ആ പ്രകൃതത്തിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ 1 പത്രോസ് 3:18 പറയുന്ന ജഡത്തിൽ മരണശിക്ഷ എന്ന് പറയുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ജഡപ്രകൃതത്തിലുള്ള ജീവിതത്തിന് അവസാനം, ഇനി ജഡപ്രകാരം യേശു ജീവിക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ജഡത്തിലെ മരണം എന്ന് പറയുന്നത്. അപ്പം ഏത് അനുസരിക്കത്തില്ല? ഇനി നന്മയും തിന്മയും അനുസരിക്കത്തില്ല എന്ന് ചുരുക്കം. നന്മയും തിന്മയും നോക്കി ജീവിക്കില്ല എന്ന് ചുരുക്കം. ആ ജീവിത പ്രക്രിയയെ മരണപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പുറത്തെന്താ എഴുതിയിരിക്കുന്നത്? ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും അടുത്തെന്താ? ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജീവിച്ചു എന്നല്ല, ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. സോ അതിനകത്ത് മറ്റൊരാളുടെ സഹായം വേണം. സ്വയം ജീവിച്ചു എന്നല്ല, ആത്മാവിൽ അദ്ദേഹം സ്വയം ജീവിക്കാൻ തുടങ്ങിയെന്നുമല്ല. സോ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടണമെങ്കിൽ ഒരു വ്യക്തിയുടെ സഹായം വേണം. ആ വ്യക്തിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിൽ ജീവിക്കാനും ജീവിപ്പിക്കപ്പെടാനും പറ്റത്തുള്ളൂ. സോ ജീസസിനെ ആത്മാവിൽ ജീവിക്കാനായിട്ട് മറ്റൊരു വ്യക്തി എപ്പോഴും സഹായിച്ചു കൊണ്ടിരുന്നു. സോ ഇതേ കാര്യമാണ് നമ്മിൽ സംഭവിക്കേണ്ടത്. അപ്പോൾ ഉയർപ്പെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിനകത്ത് ജീവിക്കുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. അതായത് സ്വയം ജീവിതം അവസാനിച്ചു, നന്മയുടെയും തിന്മയിലും എഫേർട്ട് ഇട്ട് ജീവിക്കുന്ന ആ ജഡത്തിൻ്റെ പ്രകൃതം അവസാനിപ്പിച്ചു. എന്നിട്ട്
മറ്റൊരു വ്യക്തി നയിക്കുന്ന, ആ ഒരു പ്രേരണ നൽകുന്ന, നിയന്ത്രിക്കുന്ന ആ ഒരു രീതിയിലുള്ള ജീവിത ശൈലി അദ്ദേഹത്തിൽ ആരംഭിച്ചു. അതാണ് ഉയർപ്പ്. ആരാണ് ഈ സഹായിക്കുന്ന വ്യക്തി? അത് നമുക്ക് പിതാവെന്ന് പറയാം, പരിശുദ്ധാത്മാവെന്ന് പറയാം, ക്രിസ്തു എന്ന് പറയാം, അനോയിന്റിങ് എന്ന് പറയാം, അല്ലേ? അഭിഷേകം, അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ അഭിഷേകം എന്ന് പറയാം. സോ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ അതിന് ഉപയോഗിക്കാം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞാനല്ല ഇത് പ്രവർത്തിക്കുന്നത്, എന്നിൽ പിതാവ് വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി എന്നിലൂടെ ചെയ്യുന്നു. അപ്പോൾ പിതാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ജീവിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്, മറ്റൊരു വ്യക്തി എന്നെ ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? ജീസസ് യോഹന്നാൻ സുവിശേഷത്തിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പിതാവ് വസിച്ചുകൊണ്ട് ആ പിതാവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്, പിതാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത്, പിതാവിൻ്റെ ഹിതമാണ് എന്നിലൂടെ നിവർത്തിയാകുന്നത്. അപ്പോൾ ഞാനല്ല ഇതൊന്നും ചെയ്യുന്നതെന്ന് ചുരുക്കം. അപ്പോൾ യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ ജഡപ്രകൃതം മരിച്ചിരിക്കുന്നത് കൊണ്ടാണ് പിതാവിന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഒരുങ്ങി വരുന്നത്. അപ്പോൾ മരണം എന്താ? യേശു പ്രവർത്തിക്കുന്നത് നിർത്തി. യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തനം സ്റ്റോപ്പായി, മരിച്ചു. ആ മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആര് ഉള്ളിൽ കയറി? പിതാവ് ഉള്ളിൽ കയറി. പിതാവ് യേശുവിൻ്റെ ശരീരത്തിലൂടെ, യേശു എന്ന് പറയുന്ന വ്യക്തിത്വത്തിലൂടെ പിതാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞാനല്ല, പിതാവ് അത്രേ എന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. സോ ആ ഒരു അവസ്ഥയാണ്, ജഡത്തിൽ മരിക്കപ്പെടുകയും ആ മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ പിതാവ് ഉള്ളിൽ നിന്ന് വസിച്ചുകൊണ്ട് പിതാവാം ദൈവം പ്രവർത്തിക്കുന്ന ആ ഒരു അവസ്ഥയാണ്, ആ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിനെയാണ് ഉയർപ്പെന്ന് പറയുന്നത്. ഏകദേശം ക്ലിയറായി, ആശയം ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതേ കാര്യം യേശുവിൽ മാത്രമല്ല നടക്കേണ്ടത്, ഇതേ കാര്യം എന്നിലും നിങ്ങളിലും നടക്കണം. അപ്പോഴാണ് യേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോട് നമുക്ക് ഏകീഭവിക്കാൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് പറഞ്ഞപ്പോൾ മരണം എങ്ങനെയാണ്, അടക്കം എങ്ങനെയാണ്, മരണത്തിൽ നമുക്ക് എങ്ങനെ ഏകീഭവിക്കാൻ പറ്റും, അടക്കത്തിൽ എങ്ങനെ ഏകീഭവിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടെ പറഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യേശുവിൻ്റെ ഉയർപ്പ് എന്താണെന്നും ആ ഉയർപ്പിൽ നമുക്ക് എങ്ങനെ ഏകീഭവിക്കാൻ പറ്റും, നമ്മിലും അതെങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് എന്തെന്നറിഞ്ഞാലേ നമുക്കത് എങ്ങനെ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് എന്താ? യേശുവിൻ്റെ ഉയർപ്പ് ഇത്രയേ ഉള്ളൂ: യേശു ജീവിക്കുന്നത് അങ്ങ് മതിയാക്കി. നന്മയും തിന്മയും അനുസരിച്ച്, ന്യായപ്രമാണ വ്യവസ്ഥ അനുസരിച്ച് യേശു ജീവിക്കുന്നതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതാണ് ജഡത്തിലെ മരണം. എന്നിട്ട് ആര് ജീവിക്കാൻ അനുവദിച്ചു? പിതാവിനെ യേശുവിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്, പിതാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് യേശു ആ ജഡശരീരത്തെ, തൻ്റെ ആ വ്യക്തിത്വത്തെ പിതാവിനെ സമർപ്പിച്ചു. അങ്ങനെ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല് യേശുവിൽ സംജാതമാകുന്നതാണ് ഉയർപ്പിൻ്റെ അനുഭവം. ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമ്മിൽ ഇതെങ്ങനെ എന്ന് പറയാം. അപ്പോൾ ഇതേ പത്രോസ് ഇത് പറയുന്നത് ആരാ? യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടക്കുകയും അവനോടൊപ്പം സഞ്ചരിക്കുകയും അത്ഭുതങ്ങൾ കാണുകയും അടയാളങ്ങൾ കാണുകയും അവനെ തൊടുകയും അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ 3.5 വർഷം യേശുവിനെ ഫുൾ ടൈം 24/7 പിൻപറ്റിയ വ്യക്തിയാണ് ഇത് പറയുന്നത്. ഇത് പറയാൻ യോഗ്യനായ വ്യക്തി തന്നെയാണ് പറയുന്നത്. എന്താണ് യേശുവിൻ്റെ മരണമെന്നും എന്താണ് യേശുവിൻ്റെ ഉയർപ്പെന്നും ആധികാരികതയോടുകൂടെ പറയാൻ യോഗ്യതയുള്ളവൻ തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. സോ അതേ വ്യക്തി തന്നെയാണ് നമ്മിൽ ഇതെങ്ങനെയാകണം എന്നും പറയുന്നത്. അടുത്ത അധ്യായം 4-ാം അധ്യായത്തിനകത്ത് 1 പത്രോസ് 4-ാം അധ്യായത്തിനകത്ത് 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം നമ്മെക്കുറിച്ചാണ് പറയുന്നത്. എന്താ 6-ാമത്തെ വാക്യം പറയുന്നത്? ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. ആരാ മരിച്ചവർ? നമ്മളാ മരിച്ചത്. എങ്ങനെ മരിച്ചിരിക്കുക? ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കാതെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് മരിച്ചിരിക്കുക. യേശുവിൻ്റെ മരണം ഈ സൈഡിൽ സംഭവിച്ചതുപോലെ നമ്മൾ ഓൾറെഡി വേറൊരു സൈഡിൽ മരിച്ചിരിക്കുക. ഏതാ? ദൈവത്തിൻ്റെ തലത്തിൽ ജീവിക്കാതെ, ആത്മാവിൻ്റെ തലത്തിൽ ജീവിക്കാതെ അവിടെ ഒരു മരണം നമുക്ക് സംഭവിച്ചിരിക്കുക. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് നന്മയിലും തിന്മയിലും, ന്യായപ്രമാണം, കൽപ്പനകൾ പാലിച്ച് മനുഷ്യൻ്റെ എഫേർട്ടിനകത്ത്, നമ്മുടെ എഫേർട്ടിനകത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. ആത്മാവില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ് നമ്മൾ. അതാണ് ജഡപ്രകൃതം. അങ്ങനെ നമ്മൾ ജീവിക്കുന്നു. പക്ഷെ നമ്മൾ ഏതിൽ മരിച്ചിരിക്കുക? ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ, ദൈവത്തിൻ്റെ കൾച്ചറിൽ, ആത്മാവിൻ്റെ ജീവിതത്തിനകത്ത് നമ്മൾ മരിച്ചിരിക്കുക. സോ ഈ നമ്മളോട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ സുവിശേഷം കേൾക്കുകയാണ്.
നിങ്ങൾ ഇന്നയോളം ബൈബിൾ വായിച്ചിട്ടും അച്ഛന്മാരുടെ പ്രസംഗം കേട്ടിട്ടും പാസ്റ്റർമാരുടെ പ്രസംഗം കേട്ടിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മരിച്ച അവസ്ഥയിലാണെന്നും ഈ മരിച്ച നിങ്ങളോട് ഞാൻ ഇപ്പോൾ ശരിയായ സുവിശേഷം നിങ്ങളെ ഞാനിപ്പോൾ അറിയിക്കുകയാണ്. എന്താണ്? നിങ്ങൾ ജഡത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് ദൈവപ്രമാണത്തിനകത്ത് നിങ്ങൾ മരിച്ചിരിക്കുകയാണെന്നും നിങ്ങൾക്കിനി ഇവിടെ ഒരു മരണം വേണം. ഏതിൽ മരണം വേണം? ജഡപ്രകാരമുള്ള ജീവിതത്തിനകത്ത് നിങ്ങൾക്കൊരു മരണവും വേണം. ഈ മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കൊരു ഉയർപ്പും വേണം. ഏതാ മരിച്ചിരിക്കുന്ന അവസ്ഥ? ദൈവപ്രമാണത്തിനകത്ത് ദൈവവ്യവസ്ഥയ്ക്കകത്ത് മരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ ഒരു ഉയർപ്പും വേണം. സോ അതേ കാര്യമാണ് 1 പത്രോസ് 4:6 പറയുന്നത്. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ആര്? ഈ സുവിശേഷം അറിയിക്കപ്പെട്ട നമ്മൾ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങൾ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെയും നിങ്ങളിൽ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീസസ് ഒരു ഡെമോൺസ്ട്രേഷൻ തൻ്റെ ലൈഫിലൂടെ ലൈവായിട്ട് കാണിച്ചു തരണം. എങ്ങനെ ജഡപ്രകൃതത്തിനകത്ത് മരിച്ചവനാകാമെന്നും എങ്ങനെ ആത്മാവിൻ്റെ കൾച്ചറിൽ ഉയർത്ത് ജീവിക്കാമെന്നുമുള്ളത് ജീസസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതുപോലെ ഇതേ കാര്യം നമ്മിൽ സംജാതമാകാനാണ് ജീസസ് അങ്ങനെ ചെയ്തതെന്നും അത് നമ്മിൽ ആക്റ്റീവ് ആകണമെന്നുള്ളതാണ് 1 പത്രോസ് 4:6 പറയുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? ജഡസംബന്ധമായി മനുഷ്യരെ പോലെ നമ്മൾ വിധിക്കപ്പെടണം. എന്താ വിധി? നമ്മളിപ്പോൾ ജീവിക്കുന്ന മാർഗം തെറ്റാണ്, ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനല്ല, ഡൂസ് ഓൺ ഡോൺസ് അനുസരിച്ച് ജീവിക്കാനല്ല, അത് ജഡപ്രകൃതത്തിൽ ജീവിതമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കണം. അങ്ങനെ ജീവിക്കാനാണ് ജീസസ് മാതൃക കാണിച്ചു തന്നത് എന്ന് ചുരുക്കം. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഈ പ്രോസസ്സിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർഷൻ റോമാലേഖനം 8-ാം പറയുന്നുണ്ട്. എന്താണ് ഈ ജഡത്തിൽ മരിക്കപ്പെടുക, എന്താണ് ആത്മാവിൽ ജീവിക്കുക, ആത്മാവിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി റോമാലേഖനം 8-ാം പറയുന്നു. ഓക്കെ, ഞാൻ ഈ 8-ാം പറയുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് ഒരിക്കൽ സൂചിപ്പിച്ച ഒരു വാക്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് റോമാലേഖനം 8 കണ്ടിന്യൂ ചെയ്യാം. റോമർ 7:4 ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതിങ്ങനെയാണ്: അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും യേശുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഈ വാക്യം നല്ല രീതിയിൽ നിന്ന് ഗ്രഹിക്കണം. ഇന്ന് ജീസസ് ക്രൈസ്റ്റിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ദൈവത്തിന് ഫലം കായ്ച്ചിട്ടില്ല. എവിടെ ഇരിക്കുന്നത് കൊണ്ട്? ന്യായപ്രമാണത്തിൻ്റെ കീഴെ, ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട്, കൽപ്പനകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട്, ഡൂസ് ആൻഡ് ഡോൺസുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മളിൽ നിന്നുണ്ടാകുന്നില്ല. എന്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ? പാപം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്തുണ്ടാകുന്നുണ്ട്? നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്താ? പാപങ്ങൾ. പാപം ഏത് വെച്ചാൽ മെഷർ ചെയ്യുന്നത്? ന്യായപ്രമാണ സംബന്ധമായി നോക്കുമ്പോഴാണ് ഈ പാപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ ന്യായപ്രമാണം മാറണം. നമ്മൾ ആരുടെ പ്രോസസ്സിലാകണം? യേശുക്രിസ്തുവിൻ്റെ പ്രോസസ്സിലാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നത്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ, അപ്പോൾ ആ മരണം എന്താണെന്ന് നമ്മൾ കണ്ടു, ആ ഉയർപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനായ ആ ഒരുവൻ്റെ ലൈഫ് സ്റ്റൈലിൽ നമ്മളും ആകേണ്ടതിന് നിങ്ങളും എന്ത് ചെയ്തിരിക്കുക? ആ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മരണം പോലെ നമ്മളും എന്ത് ചെയ്തിരിക്കുന്നു? ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, ഇപ്പോൾ ഇവിടെ ഒരു മരണം സംഭവിച്ചു. എനിക്ക് നേരത്തെ ഇവിടെ മരണം സംഭവിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ മരണം എങ്ങോട്ട് മാറി? ന്യായപ്രമാണ സംബന്ധമായിട്ട് ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ മരിക്കപ്പെട്ടവനായിരിക്കുന്നു എന്ന് ഞാൻ എന്നെ തന്നെ എണ്ണണം. റോമാലേഖനം 6-ാം അതങ്ങനെ ഒരു വാക്യമുണ്ട്: നിങ്ങൾ മരിച്ചവരാണെന്ന് നിങ്ങളെ തന്നെ എണ്ണുവീൻ.
അപ്പോൾ മരിച്ചവരാണ്. ഏതിൽ മരിച്ചവരാണ്? ന്യായപ്രമാണ സംബന്ധമായി ജഡത്തിൽ ഞാൻ മരിച്ചു. ഇനി എനിക്ക് ഡൂസ് ആൻഡ് ഡോൺസ് നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല, കൽപ്പനകൾ നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ എന്നെ തന്നെ എണ്ണണം. അങ്ങനെ ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പിക്കണം. അടുത്ത വാക്യം എന്താ? നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മളെ എന്ത് ചെയ്തിരുന്നു? നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്നു. അപ്പോൾ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ദൈവത്തിന് ഫലം കായ്ക്കാത്ത അവസ്ഥയാണ്. പക്ഷെ എന്ത് ഫലം ഇപ്പം കായ്ച്ചുകൊണ്ടിരിക്കുന്നത്? ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ നിമിത്തം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? മരണത്തിൻ്റെ ഫലമാണ് നമ്മൾ കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നോ, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നോ, അപ്പോഴെല്ലാം നമ്മിൽ ഫെയിലുവേഴ്സ് ഉണ്ടാകും. ആ ഫെയിലുവേഴ്സ് ഉണ്ടാകുമ്പോഴെല്ലാം മരണത്തിൻ്റെ ഫലമാണ് നമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് 6-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അതുകൊണ്ട് നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണ സംബന്ധമായി ഇപ്പോൾ മരിച്ചിരിക്കൊണ്ട് ഇനി അക്ഷരം എന്താ? കല്ലിൽ കൊത്തിയ പലക, കല്ലിൽ കൊത്തിയ നിയമങ്ങൾ, അങ്ങനെ അക്ഷരം കൊണ്ട് എഴുതി കൊടുത്തിരിക്കുന്ന ആ അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ഇനി, കൽപ്പനകളിലല്ല ഇനി, എഴുതപ്പെട്ട തിരുവെഴുത്തുകളിലല്ല ഇനി, ബൈബിളിലല്ല ഇനി. അപ്പം അക്ഷരം എന്ന് പറയുന്നതിനകത്ത് എല്ലാം വരും. തിരുവെഴുത്തുകൾ വരും, കൽപ്പനകൾ വരും, ബൈബിൾ വരും. എഴുതപ്പെട്ടതിലല്ല, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ഇനി നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച് ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ ദൈവത്തെ നാം സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു. അപ്പോൾ ഒരു കൂട്ടർക്ക് ന്യായപ്രമാണം ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. ആർക്ക്? ജഡപ്രകാരം ജീവിക്കുന്നവർക്ക്, ആത്മാവില്ലാതെ ജീവിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തവർ, അവർ ജഡപ്രകൃതത്തിൽ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ന്യായപ്രമാണം ആവശ്യമാണ്. അവരത് ചെയ്തോട്ടെ. അച്ഛന്മാർ ന്യായപ്രമാണം വെച്ച് ജീവിക്കട്ടെ, ബിഷപ്പുമാർ ജീവിക്കട്ടെ, പാസ്റ്റർമാർ ജീവിക്കട്ടെ, മതവക്താക്കൾ ജീവിക്കട്ടെ. നിങ്ങൾ ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് ബൈബിൾ പറയുന്നത് എന്ത് ചെയ്യണമെന്ന്, ഞാനല്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ പറയുന്ന പ്രകാരം, പുതിയ നിയമം പറയുന്ന പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. അതേ ജീവിതത്തിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുവാണ്. അപ്പോൾ കൽപ്പനകളുടെ, എഴുതപ്പെട്ട കൽപ്പനകളുടെ, ആലേഖനം ചെയ്തു വച്ചിരിക്കുന്ന, എഴുതി വച്ചിരിക്കുന്ന കൽപ്പനകളുടെ പിൻബലത്തിലല്ല നിങ്ങൾ ഇനി ജീവിക്കേണ്ടത്, ആത്മാവിൻ്റെ പുതുക്കത്തിലാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം ലൈവായിട്ട് നൽകുന്ന ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഇനി ന്യായപ്രമാണ സംബന്ധമായിട്ടല്ല ജീവിക്കുന്നത്. അടുത്തെന്താ? ഇനി റോമ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിനകത്തേക്ക് പോകാം. അവിടെയാണ് ബാക്കി കാര്യങ്ങളുള്ളത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അതിൻ്റെ നിങ്ങൾ ആ അധ്യായം 1 മുതൽ 17 വരെ നിങ്ങൾ എൻ്റെ ഈ ഒരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ വ്യക്തതയോടുകൂടെ, ആധികാരികതയോടുകൂടെ, നല്ല ഡെപ്തിൽ നിങ്ങൾ വായിക്കുക. ഞാൻ 1-2 കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, ഇനി ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം 6-ാമത്തെ വാക്യമാണ്. ബാക്കി നിങ്ങൾ വായിക്കണം. റോമർ 8:6 പറയുന്നു, ജഡത്തിൻ്റെ ചിന്ത മരണം. എനിക്ക് കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ഉല്ലസിക്കണം, ന്യായപ്രമാണത്തിൽ ഞാൻ രാപ്പകൽ ധ്യാനിക്കുന്നു, ന്യായപ്രമാണം അനുസരിച്ചേ ഞാൻ ജീവിക്കത്തുള്ളൂ. സോ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ജഡത്തിൻ്റെ ചിന്തയാണ്. എൻ്റെ എഫേർട്ടിൽ ജീവിക്കുന്നത് ജഡത്തിൻ്റെ ചിന്തയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജഡത്തിൻ്റെ ചിന്ത മരണമെന്നും 7-ാം വാക്യത്തിനകത്ത് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമെന്ന് നമ്മൾ അറിയണം. അപ്പോൾ 6-ഉം 7-ഉം ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. എന്താ ജഡത്തിൻ്റെ ചിന്ത? ആത്മാവില്ലാതെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്യാം, ദൈവത്തെ സേവിക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കാം. കൽപ്പനകൾ പാലിച്ച് ഞാൻ ദൈവം പറയുന്ന എല്ലാ കാര്യത്തിനകത്ത് ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ട് ഞാൻ എല്ലാം നേടിയെടുക്കും എന്നൊക്കെയുള്ള ചിന്തയാണ് ജഡത്തിൻ്റെ ചിന്ത. അവിടെ ആത്മാവിന് പ്രാധാന്യമില്ല. എൻ്റെ എഫേർട്ടിനാണ്, എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം. സോ ആ ചിന്ത ജഡത്തിൻ്റെ ചിന്തമാണ്. ആ ചിന്ത ദൈവത്തിന് ശത്രുത്വമാണ്. സോ ഈ പ്രകൃതം നമുക്കിന്നുണ്ടെങ്കിൽ ഈ പ്രകൃതത്തിനകത്ത് നമ്മൾ മാറണം. അവിടെയാണ് നമ്മുടെ ഉയർപ്പ് സംഭവിക്കുന്നത്. ഇപ്പുറത്ത് എന്താ ഉള്ളത്? 6-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. എന്താണ് ആത്മാവിൻ്റെ ചിന്ത? അവിടെ എൻ്റെ പ്രവർത്തനം ഇല്ല, എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. ദൈവത്തിന് പ്ലീസിങ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പ്രവർത്തിച്ച് നിറവേറ്റാൻ പറ്റില്ല.
അപ്പോൾ ആര് എന്നിൽ പ്രവർത്തിക്കണം? യേശു പറഞ്ഞതുപോലെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. അതാ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ഈ ജഡപ്രകൃതത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഏത് കുരിശ? അത് ഏത് കുരിശ? അവിടെ ഒരു മരക്കുരിശല്ല. അവിടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ശരിക്കും ഒരു കുരിശില്ല. ഭൗമ തലത്തിലുള്ള വിസിബിളായിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുരിശിലല്ല ഞാൻ എൻ്റെ ജഡത്തെ തറച്ചിരിക്കുന്നത്. അതൊരു ആലങ്കാരിക ഭാഷയാണ്. ഏത് കുരിശ? ഈ ന്യായപ്രമാണത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്ന ആ കുരിശിനകത്ത് എൻ്റെ ജഡത്തെ ഞാൻ തറച്ചിരിക്കുകയാണ്. അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ തറച്ചിരിക്കുക. ഈ രാഗമോഹങ്ങളെയൊക്കെ ഇന്ന് പ്രസംഗിച്ച് വൾഗറാക്കിയിരിക്കുന്നത് എൻ്റെ ഇതിൻ്റെ അകത്തുള്ള മറ്റുള്ള വികാരങ്ങളാണ്. അത് പിന്നെ സെക്സിനെ കുറിച്ചുള്ള വികാരമാണ്, പണത്തിനെ കുറിച്ചുള്ള വികാരമാണ്, മക്കളെക്കുറിച്ചുള്ള വികാരമാണ്. ഇങ്ങനെയുള്ള ചിന്തകളെയാണ് ജഡത്തിൻ്റെ ചിന്തകൾ, രാഗങ്ങൾ, മോഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത്. അല്ലേ അല്ല. ജഡത്തിന് ചിന്ത എന്താ? എനിക്ക് കൽപ്പനകൾ പ്രമാണിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്ത് എനിക്ക് ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ ഇതെല്ലാം നിവർത്തിക്കും. ഇതാണ് ജഡത്തിൻ്റെ ചിന്ത, ഇതാണ് ജഡത്തിൻ്റെ രാഗമോഹങ്ങൾ. എനിക്കെല്ലാം ചെയ്ത് നിവർത്തിക്കണമെന്നുള്ള ചിന്തയും ആവേശവും ആണ് ജഡത്തിൻ്റെ രാഗമോഹങ്ങൾ. അത് പറ്റില്ല, അത് നടക്കത്തില്ല. അത് റോമാലേഖനം 8 ആദ്യത്തെ 1-2 വാക്യം പറയുന്നുണ്ട്. അത് നടക്കത്തില്ല. നിങ്ങളിനി എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല. സോ എന്താ ചെയ്യേണ്ടത്? യേശു എന്താ ചെയ്തത്? തന്നെ സമർപ്പിച്ചു, വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ ആത്മാവിനുള്ളിൽ വന്ന് വസിച്ചുകൊണ്ട്, അങ്ങനെയല്ലേ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് എന്താ? ആരുടെ മേൽ ആ ആത്മാവ് ഇറങ്ങി വരുന്നതും അധിവസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ്റെ പ്രത്യേകത എന്താ? ആത്മാവ് വന്ന് അധിവസിച്ച് ആ വന്ന് അധിവസിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ദൈവപുത്രൻ്റെ ലൈഫ് സ്റ്റൈൽ. ജീസസിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറി. എപ്പോൾ? 30-ാമത്തെ വയസ്സിൽ. ഇതുപോലെ ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കും. അവൻ്റെ ചിന്ത എന്ന് പറയുന്നത്, ഞാനിനി പ്രവർത്തിക്കില്ല, ഞാനിനി കൽപ്പനകൾ നോക്കത്തില്ല, ഞാനിനി ബൈബിൾ വായിക്കത്തില്ല, ബൈബിളിനകത്ത് എന്ത് എഴുതിയിരുന്നാലും നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതല്ല എനിക്ക് ആവശ്യം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോഴും അവൻ എന്നെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ എന്നെ വഴി നടത്തേണ്ടത് ബൈബിളല്ല, എന്നെ വഴി നടത്തേണ്ടത് കൽപ്പനകളല്ല, എന്നെ വഴി നടത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ അധിവസിക്കും. ഉള്ളിൽ അധിവസിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്. ബൈബിൾ നോക്കി ജീവിക്കുന്നത് ദൈവത്തിന് ഹിതകരമല്ല. ഇത് പച്ചയ്ക്ക് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. ബൈബിൾ നോക്കി ജീവിക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല, ഫെയിലുവറാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റും. കാരണം അവിടെ ഞാനല്ല എഫേർട്ട് ഇടുന്നത്, പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ എഫേർട്ട് ഇടുന്നത്. ഞാൻ വെറുതെ നിന്ന് കൊടുത്താൽ മതി. എൻ്റെ സമർപ്പണം മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ സറണ്ടർ ചെയ്യുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൈക്ക് പിടിച്ച് അവൻ തന്നെ എന്നെ വഴി നടത്തിക്കൊണ്ട് പോകും. സോ ഇതാണ് ആത്മാവിൻ്റെ ചിന്ത. പരിശുദ്ധാത്മാവിനെ സറണ്ടർ ആകുകയും പരിശുദ്ധാത്മാവിനെ എന്നിൽ ജീവിക്കാൻ അനുവദിക്കുകയും പരിശുദ്ധാത്മാവിനെ എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ചിന്തകളാണ് ആത്മാവിൻ്റെ ചിന്ത. അത് ജീവനാണ്, സമാധാനമാണ്. ഇതാണ് ഉയർപ്പിൻ്റെ അനുഭവം. അടുത്തെന്താ പറയുന്നത്? 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം എന്താ? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. എന്നിട്ട് എന്താ പറയുന്നത് 9-ാം വാക്യത്തിൽ? നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പം നമ്മൾ എന്തുണ്ടാകണം? നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് മുന്നോട്ട് പോകാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ജഡസ്വഭാവത്തിൽ നിന്ന് മാറി എന്നിൽ ഏത് സ്വഭാവം വരും? ആത്മസ്വഭാവം വരും. അപ്പോൾ ജഡം എന്താണെന്നും ആത്മാവിലുള്ള ജീവിതം എന്താണെന്നും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആത്മാവില്ലാത്ത അവസ്ഥ, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത അവസ്ഥയാണ് ജഡത്തിലെ പ്രവർത്തനം, ജഡത്തിലെ ജീവിതം. അത് മാറി ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ദൈവം ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാലും പിതാവെന്ന് പറഞ്ഞാലും പുത്രൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്,
എൻ്റെ ഉള്ളിൽ അധിവസിക്കുന്നു എങ്കിൽ ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്, ദൈവത്തിനുള്ളവനാണ്. സോ ഈ ഒരു കാര്യം എന്നിൽ സംജാതമാകുന്നതാണ് എൻ്റെ ഉയർപ്പ്. അപ്പോൾ ജഡപ്രകൃതത്തിനകത്ത് കൽപ്പനകൾക്ക് ഞാൻ മരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത്, ആത്മപ്രമാണത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ ലൈഫിനെ സറണ്ടർ ആകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങുന്നതാണ് ഉയർപ്പിൻ്റെ ലൈഫ് സ്റ്റൈൽ. ഇതാണ് ശരിക്കുമുള്ള ഉയർപ്പ്. അല്ലാതെ ജഡശരീരം മരിച്ച് കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് ആ കല്ലറയ്ക്കകത്ത് നിന്ന് ജഡശരീരം വീണ്ടും എണീറ്റ് വന്ന് വീണ്ടും മറ്റൊരു അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പാസ്റ്റർമാർ സംസാരിക്കുന്നത് പോലെ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ജഡം ഇവിടെ തീർന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റെവിടെയോ പോയി ജീവിക്കുന്ന ആ അവസ്ഥയൊന്നുമല്ല. അല്ലെങ്കിൽ വീണ്ടും ചില ആൾക്കാർ പ്രസംഗിക്കുന്നത് പോലെ ഞാനിവിടെ മരിച്ചു കഴിഞ്ഞ് യേശു വീണ്ടും വന്നിട്ട് ഞാൻ ഇവിടുന്ന് പുനരുത്ഥാനത്തിൽ വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേറ്റ്, അങ്ങനെയുമല്ല. ഇതെല്ലാം സംഭവിക്കേണ്ടത് ഈ ശരീരത്തിൽ ഞാൻ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ തന്നെയാണ്. ഈ ശരീരമല്ല ജഡം, ആത്മാവില്ലാത്ത അവസ്ഥയാണ് ജഡം. ഈ ശരീരം ദൈവം ഉണ്ടാക്കിയതായതുകൊണ്ട് ഈ ശരീരത്തെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ ആലയമെന്ന് കൊരിന്ത്യർ ലേഖനത്ത് വളരെ വ്യക്തതയോടുകൂടി എഴുതിയിട്ടുണ്ട്. ഈ ശരീരം, ഈ മൺകൂടാരം ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധം. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് ശരീരം ഒരിക്കലും ജഡമാകത്തില്ല. ജഡമെന്ന് പറയുന്നത് ആത്മാവില്ലാത്ത അവസ്ഥയാണ്. സോ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ആ ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങളെ ചെയ്തു തുടങ്ങുന്നതാണ് ഉയർപ്പിൻ്റെ ലൈഫ് സ്റ്റൈൽ.